നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. കാലചക്രം ഇരുളുന്നത് പോലെയാണ്. ഒരിക്കൽ താഴെയായിരുന്നവർ നാളെ മുകളിലെത്തും. നാം ഓരോരുത്തരും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ എത്ര ശ്രമിച്ചിട്ടും വിജയം നമ്മെ എത്തിപ്പിടിക്കാൻ മടിക്കാറുണ്ട്. അവിടെയാണ് ഭാഗ്യം അഥവാ ഈശ്വരാനുഗ്രഹം എന്ന ഘട്ടത്തിൻ്റെ പ്രസക്തി. ഈ 2026 വിഷുക്കാലം കടന്നുപോയെങ്കിലും അതിൽ ബാക്കി പത്രമെന്നോണം നമ്മുടെ മുന്നിലുള്ളത് വിഷു ബമ്പർ എന്ന വലിയൊരു സാധ്യതയാണ്. ഭാഗ്യപരീക്ഷണം എന്നത് മലയാളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ചെറിയ കൈനീട്ടം പോലെ നാം പ്രതീക്ഷിക്കുന്ന ഈ ഭാഗ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈശ്വര സഹായം എത്രത്തോളമുണ്ട് എന്ന് പരീക്ഷിക്കാനുള്ളൊരു മാധ്യമമായി ഈ ലോട്ടറി കാണാം. 12 കോടി വരുന്ന ആ വലിയ തുക ഇത്തവണ ആരെയെങ്കിലും ഒരാളെ തേടിയെത്തും എന്നത് ഉറപ്പാണ്. ആ ഭാഗ്യവാൻ ആരാകാം? ജ്യോതിഷപരമായ വിശകലനത്തിലൂടെ 9 നക്ഷത്രക്കാർക്ക് ഇത്തവണ അവിശ്വസനീയമായ സൗഭാഗ്യമാണ് തെളിഞ്ഞു കാണുന്നത്. പുലർച്ചെ കവിട് നിരത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഈ 9 നക്ഷത്രക്കാർക്ക് വലിയ അനുഗ്രഹമാണ് നൽകാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ 2026 വിഷുക്കാലം വെറുമൊരു പുതുവർഷാരംഭമല്ല, മറിച്ച് പലർക്കും ഇതൊരു സുവർണ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ലോട്ടറി നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ധനകാരകനായ വ്യാഴം കർമ്മ ഫലദായകനായ ശനിയും സവിശേഷമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു അറുതി വരാൻ പോകുന്ന സമയമാണെന്ന് ഉറപ്പിക്കാം. ഭാഗ്യദേവത നിങ്ങളുടെ പടിവാതിക്കൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണിത്. ശുക്രൻ്റെ സ്വാധീനം വളരെ ശക്തമായി കാണുന്നു. ശുക്രൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന 9 നക്ഷത്രക്കാർക്ക് കേവലം ഒരു ലോട്ടറി എടുത്താൽ പോലും അത് അടിക്കാനുള്ള സാധ്യത 10 ഇരട്ടിയാണ്. അപ്രതീക്ഷിത ധനലാഭം എന്നത് നിങ്ങളുടെ ജാതകത്തിലെ 8ാം ഭാവവും 2ാം ഭാവവും തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. നാം പറഞ്ഞു വരുന്നത് ഇതിനായി നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കണമെന്നല്ല. നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്കതിൽ നിന്ന് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത 10 ഇരട്ടിയാണ്. അത്രത്തോളം സൗഭാഗ്യത്തിൻ്റെ സമയത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുന്നവരെ നാം കാണാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും നാം കാണാറുണ്ട്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ചവർ പിന്നീട് ഉയർച്ചകൾ കൈവരിക്കുന്നു. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത എത്രയെത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരാൻ പോവുകയാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങളുടെ വഴിപാടുകളുടെയും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഭഗവാൻ നമ്മൾക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തോടൊപ്പം ഭാഗ്യവും നമുക്കൊപ്പം ചേരുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതായത് നിങ്ങളൊരു ലോട്ടറി എടുക്കാൻ പോകുമ്പോഴോ അല്ല എങ്കിൽ മറ്റ് ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുമ്പോഴോ നിങ്ങൾ അതിനെ നെഗറ്റീവായി കാണാതിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഭാഗ്യക്കുറിയിൽ നിങ്ങൾക്ക് തീർച്ചയായും സമ്മാനം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആ സമയത്ത് മനസ്സിൽ ധ്യാനിക്കുക. ഒരു ലോട്ടറി എടുക്കുമ്പോൾ ഇതെനിക്ക് അടിക്കില്ല, ഈ പൈസ വെറുതെ പോകുകയാണെന്ന് നിങ്ങൾ തന്നെ പറയാൻ പാടില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഈ പ്രപഞ്ചം ഏറ്റെടുക്കും. നാം ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്കതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസം തന്നെയാണ് എല്ലാത്തിൻ്റെയും ശക്തി. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നെഗറ്റീവായി കാണാതെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി നിങ്ങളെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ഘട്ടത്തിലും തളരുകയില്ല. ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി സൗഭാഗ്യവും ഉയർച്ചകളും എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത്തവണത്തെ ഫലപ്രകാരം ഈ ഭാവങ്ങൾ ഏറ്റവും ശക്തമാവുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യസൂക്തം പോലുള്ള പുഷ്പാഞ്ജലികൾ വേണ്ടവർക്ക് താഴെ കമൻറ്റായി നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു അധ്യായം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയും നിസ്വാർത്ഥമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഒപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം.
ഒപ്പം തന്നെ എല്ലാവരും ഓം നമ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിന്ന് പുലർച്ചെ പ്രശ്നത്തിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ കാണാൻ സാധിച്ചത് ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരെയാണ്. അശ്വതി നക്ഷത്രക്കാർ ദീർഘകാലമായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നാൽ അർഹിച്ച ഫലം പലപ്പോഴും നിങ്ങളെ തേടിയെത്താറില്ല. പലയിടത്തും ചുറ്റിത്തിരിഞ്ഞും അടുത്ത അവസ്ഥയിലാകാം നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ ഉച്ചിയിൽ ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. ഈ വിഷുബമ്പർ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. സാമ്പത്തിക ഉയർച്ച ഉറപ്പായ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയുടെ സമയമാണ്. അതുകൊണ്ട് ഇനി ഭയപ്പെടേണ്ടതില്ല. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. രണ്ടാമതായി കാണുന്നത് രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ പ്രീതിയും വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റവും നിങ്ങൾക്ക് തുണയാവും. എല്ലാവിധ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് പണം വന്നു ചേരാനുള്ള യോഗമുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ ഭാഗ്യം പരീക്ഷിച്ചാലും അവിടെ വിജയം കാണുന്നു. ഉദാഹരണത്തിന് ലോട്ടറിയിൽ താല്പര്യമില്ലാത്തവർക്ക് മറ്റ് വിനോദങ്ങളിൽ നിന്നോ നിക്ഷേപങ്ങളിൽ ഏർപ്പെട്ടാലോ അവിടെ നിന്നും ധനാഗമനം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടാക്ഷം കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. മൂന്നാമതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. മകൈര്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദീർഘകാലമായി തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാകും. സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും. ലോട്ടറി എടുക്കുന്ന മകൈര്യം നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. നിങ്ങൾക്ക് വലിയ സമ്മാനമല്ലെങ്കിൽ പോലും ഒരു ചെറിയ സമ്മാനമെങ്കിലും ഉറപ്പായി ലഭിക്കാനുള്ള യോഗമുണ്ട്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ പങ്കാളിയാവുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി നാലാമതായി വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർക്ക് ഒരു പുനർജന്മമായിരിക്കും ഈ കാലഘട്ടം. ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു. ശുക്രൻ ഉദിച്ചു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറി ഐശ്വര്യം കടന്നു വരും. നിങ്ങൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളെ അപമാനിച്ചവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നിങ്ങൾക്ക് കുതിച്ചുയരാൻ സാധിക്കും. സാമ്പത്തികമായി വലിയൊരു വിപ്ലവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. അതുകൊണ്ട് തുടർന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കും. അഞ്ചാമതായി ഇന്ന് പുലർച്ചെ നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു നക്ഷത്രമാണ് വിശാഖം. വിശാഖം നക്ഷത്രക്കാരുടെ രാശിയിൽ ധനയോഗം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഭാഗ്യം തേടി അങ്ങോട്ട് പോവേണ്ടതില്ല. ഭാഗ്യം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. മെയ് ജൂൺ മാസങ്ങളിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 വെച്ചാൽ 2 വെച്ചാൽ 4 എന്ന രീതിയിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ പോകുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെയ് മാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കുടുംബദേവതയുടെ അനുഗ്രഹം കൂടെ നിങ്ങൾക്കുണ്ടാവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ആർക്കും തകർക്കുവാനാവില്ല. നിങ്ങളുടെ ഐശ്വര്യത്തെ ഒരു കാരണവശാലും ഇല്ലാതാക്കുവാനും സാധിക്കില്ല. നിങ്ങൾ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുമ്പോൾ കുടുംബദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെയ് മാസം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. അത് നാം ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക. ഇനി ആറാമതായി വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. എപ്പോഴും സാമ്പത്തിക തളർച്ച അനുഭവിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. നിങ്ങൾക്ക് ഈ വിഷുബമ്പർ വലിയൊരു ആശ്വാസമായി തീരും. കടബാധ്യതകൾ തീർക്കാനുള്ളൊരു മാർഗമായി ഇതിലൂടെ തെളിഞ്ഞു വരും. വലിയ സമ്മാനം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ലഭിക്കുന്നതിൽ തൃപ്തിപ്പെടുക. എന്തായാലും ഒരു സമ്മാനം നിങ്ങളെ തേടിയെത്തും. അതിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധനം വന്നുകൊണ്ടിരിക്കും. മഹാലക്ഷ്മി കടാക്ഷം തന്നെയാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി ധ്യാനിക്കുക. ഇനി ഏഴാമതായി വരുന്നത് പൂരാട നക്ഷത്രമാണ്. കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒരു നീണ്ട നിര നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ഒരു കാലഘട്ടത്തിന് ശേഷം പൂരാട നക്ഷത്രക്കാരെ തേടി ശുക്രൻ വീണ്ടും എത്തുകയാണ്. കുടുംബത്തിൽ ഐശ്വര്യവും അപ്രതീക്ഷിത ധനലാഭവും ഈ സമയത്തുണ്ടാവും. ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം കടന്നു വരാൻ പോകുന്ന സമയമാണ്. ഭഗവാനോട് നന്ദി പറയുക. ഇനി എട്ടാമതായി വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാനും വീട് വെക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി വരുന്ന ധനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും. നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യക്കുറിയിൽ തീർച്ചയായും ഒരു തുക ലഭിക്കും. മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഈ ഒരു മാസം ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണം. ഇനി ഒൻപതാമതായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ധനം കടന്നു വരും. അത് ലോട്ടറി ഭാഗ്യത്തിലൂടെ മാത്രമല്ല, മറ്റ് പല സ്രോതസ്സുകളിലൂടെയും നിങ്ങളുടെ കൈകളിലേക്ക്
ധാരാളം പണം വരും. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത്. അത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ പ്രപഞ്ചം കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ഈ ഒരു മാസം ദർശനം നടത്തുക. അവിടെ ചെന്ന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കുണ്ടായ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കും അനിവാര്യം തന്നെയാണ്. ഈ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുമ്പോൾ അതിന് ഈശ്വരാനുഗ്രഹം വളരെ പ്രധാനമാണ്. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പിൻവിളക്ക് വഴിപാട് കഴിക്കുന്നത് ഉത്തമമാണ്. ധാര നടത്തുന്നവർ അത് തുടരുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുരുഷസൂക്തമോ ഭാഗ്യസൂക്തമോ വഴിപാടായി സമർപ്പിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ദേവി ഭക്തരാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ കടും പായസമോ രക്തപുഷ്പാഞ്ജലിയോ കഴിക്കുക. വിദേശത്തുള്ളവർക്ക് അവിടെയുള്ള ടിക്കറ്റുകൾ എടുത്തും ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ്. കഴിഞ്ഞ മാസം നാം പത്രങ്ങളിലെല്ലാം വായിച്ചു കാണും, പ്രവാസിയായ മലയാളിക്ക് 35 കോടി രൂപ അവിടെ ലോട്ടറി ഭാഗ്യമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് വെറുതെയാണെന്ന് പറയരുത്. ഇത് കൃത്യമായി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആത്മാർത്ഥതയോടുകൂടി ജീവിതത്തിൽ ഉയർച്ചകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാവുക. നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് എല്ലാ വഴികളിലൂടെയും പരിശ്രമിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തോടൊപ്പം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യം നിങ്ങൾക്കൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം കേൾക്കുന്ന 10ൽ 5 പേരുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ ഒരു സൗഭാഗ്യം കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട കാര്യങ്ങളും നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രദർശനം നടത്തുന്നതിനെക്കുറിച്ചും വഴിപാട് ചെയ്യുന്നതിനെക്കുറിച്ചുമെല്ലാം നാം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇത് ഇരട്ടി ഫലം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കുവാനും ഈ ഒരു കാര്യത്തിന് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾക്കും നിങ്ങളുടെ ക്ഷേത്ര ദർശനത്തിനും നിങ്ങളുടെ ശത്രുക്കളെ അകറ്റുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ പെട്ടെന്ന് കടന്നു വരുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി ധ്യാനിക്കുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഭാഗ്യസുക്തം പോലുള്ള പുഷ്പാഞ്ജലികൾ വേണ്ടവർ നിങ്ങളുടെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മുടെ പൂജാ വഴിപാടുകൾ വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.